അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമുക്കൊക്കെ അറിയാം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രമാണ് ഖുറൈശ് ഗോത്രം. മക്കയിലെയും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെയും അന്നത്തെ കാലത്തെ ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും പ്രബലവുമായ ഗോത്രമായിരുന്നു ഖുറൈശ് ഗോത്രം. എന്നാൽ ഖുറൈശ് ഗോത്രത്തിന് ഈ ഖുറൈശ് എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് നമ്മിൽ പലർക്കും അറിയില്ല. സീറത്തുൻ നബവിയ്യ എന്ന ഇബ്നു ഹിശാം തങ്ങളുടെ സീറത്ത് ഇബ്നു ഹിശാം എന്ന കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും ഖുറൈശികൾക്ക് ഈ ഖുറൈശ് എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു ഫിഹ്ർ ബിൻ മാലിക് എന്നവർ. അദ്ദേഹത്തിനാണ് ആദ്യമായി ഖുറൈശ് എന്ന പേര് വരുന്നത്. ഖുറൈശ് എന്ന പേരിൻ്റെ അർത്ഥം ആളുകളെ ഭിന്നിപ്പിൽ നിന്നും ഒന്നിച്ചു കൂട്ടുക, അതേപോലെ കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഈ രണ്ട് വിഷയത്തിലും വളരെ പ്രസിദ്ധനും നന്നായി ചെയ്യുന്ന ആളുമായിരുന്നു ഫിഹ്ർ ബിൻ മാലിക് എന്നവർ. അങ്ങനെ അദ്ദേഹത്തിനാണ് ആദ്യമായി ഖുറൈശ് എന്ന പേര് വരുന്നത്. ആ ഖുറൈശ് എന്ന പേര് വന്ന ഈ ഫിഹ്ർ ബിൻ മാലിക് എന്നവരുടെ സന്താന പരമ്പരയാണ് പിന്നീട് ഖുറൈശ് ഗോത്രമായി മാറുന്നത്. ഈ വിവരം നേരത്തെ പറഞ്ഞ സീറത്ത് ഇബ്നു ഹിശാം എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഔലാദു ബനി കിനാന വ ഉമ്മഹാതുഹും എന്ന ഭാഗത്താണ്, ആ കിതാബിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഈ പറയപ്പെട്ട ഔലാദു ബനി കിനാന വ ഉമ്മഹാതുഹും എന്ന ഭാഗത്താണ് ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അള്ളാഹു നമ്മുടെ ഇൽമുകൾ ഉപയോഗപ്രദമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.